6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയായിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ മനുഷ്യനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വരിനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. കുഞ്ഞെ, അതാ ജോസഫ് തൻ്റെ പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള യാത്ര. കുന്നും മലയും മരുഭൂമിയും കടന്നുള്ള യാത്ര. മറിയത്തെ സംബന്ധിച്ചിടത്തോളം കഠിനം തന്നെ, അല്ലേ? അവരുടെ യാത്ര അവസാനിക്കാറായി. അതാ മറിയം വളരെ ക്ഷീണിതയാണല്ലോ. അവളുടെ പ്രസവ സമയം അടുത്തു. അവിടെ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. തങ്ങളുടെ തിരുക്കുമാരന് ജന്മം നൽകുവാനുള്ള സ്ഥലവും തേടി വീണ്ടും അവർ മുമ്പോട്ട് പോകുന്നു. ദൈവകുമാരന് ജന്മം നൽകുവാനുള്ള ആകാംക്ഷയും ഒപ്പം ശാരീരിക അവശതയും നമുക്ക് ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കാം. ഒടുവിൽ അതാ കാലിത്തൊഴുത്തിൽ മറിയം തന്റെ തിരുക്കുമാരന് ജന്മം നൽകുന്നു. ഈ തിരുക്കുമാരൻ്റെ ജന്മം ലോകത്ത് ആദ്യം അറിയുന്നത് ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരാണ്. ദൂതൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. കേട്ട സന്തോഷവാർത്ത നേരിട്ടറിയുവാൻ അതിവേഗം ബത്ലഹേമിൽ ചെന്ന് മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും അവർ കണ്ടു.
ഈ സമയം പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ യൂതന്മാരുടെ രാജാവായി ജനിച്ചവനെ അന്വേഷിച്ച് ജെറുസലേമിൽ ഹെറോദോസ് രാജാവിൻ്റെ പക്കലെത്തി. രാജാവിൻ്റെ ആജ്ഞപ്രകാരം 3 ജ്ഞാനികളും ഉണ്ണിയേശുവിനെ കാലിത്തൊഴുത്തിൽ സന്ദർശിച്ച് വണങ്ങി പൊന്നും നീറയും കുന്തുരുക്കവും കാഴ്ചയർപ്പിച്ചു. ഈശോ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ഭൂമിയിൽ അവതരിച്ചപ്പോൾ സ്വർഗത്തിൽ മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം.